സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങളോ മറന്നുപോയതാണോ? ഞാൻ എൻ്റെ ഗവൺമെൻറ്മാരോട് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ആകെ ഒരു ദിവസം അവിടെ പോയ കാര്യമാണ് ഓർമ്മയുള്ളത്. ഒന്നല്ല 10 ദിവസം പോയെങ്കിലും പോയെന്ന് പറയാനായിട്ട് ഞാൻ മടിക്കേണ്ട യാതൊരു കാര്യവും എന്നെ സംബന്ധിച്ചില്ല. ഞാൻ നിങ്ങളോടെല്ലാം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, 2025 ഇങ്ങനൊരു വാർത്ത വരുന്നത് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ശരിയായിട്ടുള്ളൊരു ഡിവോട്ടി എന്നുള്ള നിലയിലാണ്. അതിനപ്പുറമുള്ളതൊന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് അതെ, ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. 7 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. 2 തവണ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ഒരു കുട്ടിക്ക് മൊമെൻറ്റോ കൊടുക്കുന്ന ഒരു ചിത്രമാണ് വന്നിരിക്കുന്നത്. ആ മോളെ കണ്ട് ചോദിക്കുക, എവിടെ വെച്ചാണ് ഞാൻ ആ കുട്ടിക്ക് ഈ മൊമെൻറ്റോ കൊടുത്തെന്ന് ചോദിക്കുക. എൻ്റെ ഓർമ്മയിൽ വരാത്തൊരു കാര്യം. എനിക്ക് രണ്ട് തവണ മറച്ചൊന്നും വെച്ചിട്ടില്ല. 2 തവണയല്ല 40 തവണ പോയെങ്കിലും പോയെന്ന് പറയാൻ എനിക്കൊരു മടി ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഈ പറയുന്ന ഈ കാര്യങ്ങളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ആർക്കും ഒരു കടലാസും കൊടുത്തിട്ടില്ല. ഞാൻ ആരോടും ഒന്നും സംസാരിച്ചില്ല. എനിക്ക് ആരുമായിട്ടും ഒരു ഇടപാടുമില്ല. അതുകൊണ്ട് അത് പറയാൻ എനിക്ക് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ മൊമെൻറ്റോ കൊടുക്കലെന്നൊക്കെ പറയുന്ന ഒരു വലിയ സംഭവമായിട്ട് നിങ്ങൾ പറയുകയാണ്. ഞാനൊരു 10,000 മൊമെൻറ്റോ എങ്കിലും നമ്മുടെ ഈ നാട്ടിലെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. ജയിച്ചെന്നറിഞ്ഞാൽ അങ്ങനെ പോയി മൊമെൻറ്റോ കൊടുക്കുന്ന താങ്കളുടെ മണ്ഡലത്തിൽ പുറത്തുള്ള ഒരു കുട്ടി. അതെ, ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് മണ്ഡലത്തിൽ പുറത്തും ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട്, പോകാറുണ്ട്. പോകാനുള്ള ഒരു മാനദണ്ഡം എന്തായിരുന്നു? അതായത് ഈ പുറത്തുള്ള കുട്ടിക്ക് അവാർഡ് കൊടുക്കാനുള്ള മാനദണ്ഡം പുറത്തുള്ള കുട്ടിക്ക് കൊടുത്തുകൂടാന്ന് പറയുന്നത് എന്തോ ഒരു ചോദ്യമാണ്. മണ്ഡലത്തിനകത്താണ് ഓക്കെ. അദ്ദേഹം പിൻവാങ്ങുകയാണ്. തനിക്ക് ഇതിൽ പോയി എന്നത് മറച്ചു വെക്കേണ്ട യാതൊരു കാര്യമില്ല. വർഷങ്ങൾക്ക് മുൻപുള്ളൊരു സംഭവമാണ്. അത്ര ഓർമ്മയിൽ തന്നെ കൃത്യമായിട്ടില്ല. അതുകൊണ്ട് ഈ ഉയർന്ന ആരോപണങ്ങളിലൊന്നും തനിക്ക് ഒരു പങ്കുമില്ല. 2025 വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നത് ഒരു തികഞ്ഞ വിശ്വാസി എന്ന ഒരു ശരി പുതിയതായി എന്ന് പറഞ്ഞു വരുന്ന ചിത്രത്തിൽ യഥാർത്ഥത്തിൽ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. സത്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വീണ്ടും എൻ്റെ ഗവൺമെൻറ്, എനിക്ക് 72 വയസ്സ് പ്രായമായി. അദ്ദേഹം ഓർക്കുന്നില്ല. ഇത്രയും വർഷങ്ങൾക്ക് മുൻപുള്ളൊരു സംഭവമാണ്. ഒന്നല്ല 40 തവണ പോയാലും തനിക്കത് മറച്ചു വെക്കേണ്ട യാതൊരു കാര്യവുമില്ല. തനിക്ക് ഈ ആരോപണങ്ങളിലോ അല്ലെങ്കിൽ ഇത്തരം ഈ നടന്ന ക്രമക്കേടുമായി ഒരു ബന്ധവുമില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ ആവർത്തിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപുള്ള സംഭവമാണ്. കുട്ടികൾക്ക് മൊമെൻറ്റോ കൊടുക്കുന്നതടക്കം ഒരുപാട് അത്തരം പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ശരി.